2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചാൽ 2 മീറ്റർ നടക്കുന്നില്ല. അവരാരോഗ്യമെല്ലാം കണ്ടെത്തുന്നത് ഇതേപോലെ ജിമ്മുകളിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ജിമ്മിലാണ് ഏറ്റവും കൂടുതൽ മെഡിസിൻ യൂസ് ചെയ്യണ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ യൂസ് ചെയ്യണ. അതൊന്നുമല്ല. എൻ്റെ ജിമ്മ് 20 കൊല്ലമായി. എൻ്റെ ജിമ്മിൽ പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നില്ല, ഒരു ബോഡി ബിൽഡിങ് ചെയ്യിക്കുന്നില്ല. എല്ലാവരും ജിമ്മുകളിലാണ് ഏറ്റവും കൂടുതൽ ദൂഷ്യമെന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞാലും ജിമ്മ് നടത്തുന്നുണ്ട്. അല്ല സാറേ, പക്ഷെ ഒരു കാര്യമുണ്ട്. ജിൻഡോ പറഞ്ഞ പോലെ തന്നെ 1% ജിമ്മുകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉള്ളതാണ്. നമുക്ക് കണ്ട കാര്യങ്ങൾ ഇല്ലെന്ന് പറയുന്നത് എങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈസൻസിംഗ് ഉണ്ടോ എല്ലാവർക്കും? ഇല്ല, ആർക്കും ലൈസൻസിനും ഇല്ല. അതായത് ജിമ്മ് നടത്തുന്നതിനുണ്ട്. ഈ പറഞ്ഞ പോലെ മെഡിസിൻ ഉപയോഗിക്കാൻ ലൈസൻസ്. ഇത് മെഡിസിൻ എന്ന് പറയുന്നത് കുതിരയ്ക്കും പട്ടിക്കൊക്കെ കുത്തിവെക്കുന്ന മരുന്നുകളാണ്. അതായത് മെഡിസിനെ പറ്റി ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം ഞാൻ അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട്, ഞാനൊരു പൊതുപ്രവർത്തനം കൂടി ആയതുകൊണ്ട് ഈ പരിപാടി നിർത്തിയതാണ്. പക്ഷെ 1% ജിമ്മുകളിൽ ഇതുണ്ട്. പക്ഷെ അത് നിർത്തേണ്ടതാണ്. ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദൂഷ്യം തന്നെയാണത്, മെഡിസിൻ ഉപയോഗിക്കാന്നുള്ളത്. ഈ പിള്ളേരെയൊക്കെ ഈ മെഡിസിനൊക്കെ കുത്തിയിട്ട് ഇതിന് പോയിട്ട് നമുക്ക് എന്താ കിട്ടണേ എന്നുള്ളത് അത് ഭയങ്കര ചോദ്യമാണ്. ഈ സാർ ചോദിച്ചത് ഭയങ്കര ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് ആൾക്കാർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല. പണ്ടത്തെ പോലെയല്ല, തൂമ്പയല്ല, സുമ്പയല്ല. പിന്നെ ഒരു മിനിറ്റ് സാറേ, കാഴ്ചപ്പാടാ സാറേ, ഒരു സെക്കൻഡ്. അതൊരു കാഴ്ചപ്പാട്, അതൊരു അർബൻ കാഴ്ചപ്പാട്. ഇവിടെ ഒരു ഡോക്ടർ പറഞ്ഞു, എവിഡൻസ് പറയുന്നു, ഫിറ്റ്നസ് ട്രെയിൻ ചെയ്യുന്നവരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 47 വർഷമാണെന്ന് പറഞ്ഞു. ഇത് ജീവിക്കുന്ന എവിഡൻസ് ആണ്. 76 ആയി. 10 വയസ്സിലും 5 വയസ്സിലും ആൾക്കാരുണ്ട്. ഒരു നാച്ചുറൽ ആയ രീതിയിൽ ഫിറ്റ്നസ് ചെയ്യുന്ന ആള്, അതായത് ഈ പറഞ്ഞ സപ്ലിമെന്റ്സ്, അൺനെസസറി സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാതെ, ഈ പറഞ്ഞ സ്റ്റെറോയിഡ്സ് കുത്തിവെക്കാതെ നാച്ചുറൽ ആയ രീതിയിൽ ഒരു 1/2-3/4 മണിക്കൂർ ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്യുന്ന ആളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. അതാണ് ഗൈഡ് ലൈൻസോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ഒരു ഇത് പറയാണ്. ഞാൻ ആക്ച്വലി ബ്രേക്ക് ഡാൻസ് പഠിക്കാനായിട്ട് കലാഭവൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ. അവിടെ വർഷങ്ങളോളം പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡാൻസ് പഠിച്ചിരുന്നു. ഞാൻ സ്റ്റേജുകളിൽ ഓപ്പൺ ആയിട്ടും സ്കൂളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കരാട്ടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്, ജൂഡോ ക്ലാസ്സിന് പോയിട്ടുണ്ട്. എല്ലാം പരീക്ഷിച്ചോ? എനിക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ ആയിട്ടുള്ള ഇതുണ്ട്. ഞാൻ ജിമ്മിൽ തന്നെ 3 ജിമ്മിൽ എൻ്റെ ചെറുപ്പം മുതൽ വീട് മാറിയപ്പോഴൊക്കെ ഞാൻ 3 ജിമ്മിൽ. ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഞാൻ പോകുന്നത് യോഗയ്ക്കാണ്. അതും മാഡത്തിന്റെ ഇല്ല, ഞാൻ പറയണെങ്കിൽ യോഗ ഇസ് നെസസറി ഞാൻ പറയും. പക്ഷെ ജിമ്മിന് അതിൻ്റെ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. നമുക്ക് ഒരു ബോഡിക്ക് എവിടെയൊക്കെയാണ് മാസം ഉള്ളത്, നമുക്ക് ഫാറ്റ് ആണ് കൂടുതൽ, നമുക്ക് ഫ്ലെക്സിബിൾ ആവാതെ ഉണ്ടോ. ഇപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് ഒരു ഷോൾഡറിൽ മസിൽ കുറവാണ്. അത് എനിക്ക് അവിടുത്തെ ട്രെയിനർ അത്ര ശ്രദ്ധിക്കാൻ, മീൻസ് പേഴ്സണൽ ട്രെയിനർ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സാധാ ജിമ്മിലാണ് പോയെ. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു ഷോൾഡറിൽ മസിൽ കുറവാണ്. അസുഖം ഞാൻ പറയുന്നില്ല. വരുന്ന ആൾക്കാർക്ക് ഒരു ഷോൾഡർ കുറവും ഒരു ഷോൾഡർ കൂടുതലുള്ള ആൾക്കാരുണ്ട്. അത് ട്രെയിനർ എനിക്ക് നെഗറ്റീവ് പറയല്ല, പോസിറ്റീവായിട്ട് പറയാണ്. ജിൻഡോ ഇരിക്കുന്ന എങ്ങനെയാണോ അതുപോലെ വേണം ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾ ഇരിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.